ഫുഡ് കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ആകെ ടയേർഡാണ്. ആ ട്രെയിനിലൊക്കെ ആൾക്കാർ തൂങ്ങിയൊക്കെ കിടക്കണം. നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് അരമണിക്കൂർ നമ്മളവിടെ പിടിച്ചു നിർത്തി. ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഐ ലവ് ആഗ്ര എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൽഫി പോയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. G20 ഉച്ചകോടിയുടെ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. ചെറിയ പ്രോഗ്രാമൊക്കെ നടത്താനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ചെറിയൊരു മറ്റേ ബുക്ക് വായിക്കുന്ന പരിപാടി, അതേപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണമല്ലോ. റീഡിങ്ങിന് മറ്റേ ഇത് ചെയ്യത്തില്ലേടി, അതായത് പുതിയ ബുക്ക് പ്രകാശനമൊക്കെ ചെയ്യുമ്പോഴേ ഒരാൾ ഇരുന്ന് വായിച്ച് സ്റ്റോറി പറയുന്ന പോലെ അതിനൊക്കെ പറ്റുന്നൊരു പോയിൻ്റാണ്. അവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിൽ ചിത്രശലഭം വച്ചിട്ടുണ്ട്. നടന്ന ഒരു വീഡിയോ എടുക്കാമല്ലേ. ഫോട്ടോ എടുക്കാനുള്ള സംഭവമുണ്ട്. ഇവിടെ ഒരു തുമ്പിയുണ്ട്, പിന്നെ കുറേ ഇരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. സിറ്റിക്കകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. കുറച്ച് നേരം വന്ന് ഇരിക്കുകയും സ്നാക്സൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണ്. ഈ ഒരു മരം കംപ്ലീറ്റ് പൂക്കളാണ്. കോളാമ്പി പൂവിൻ്റെ മുട്ടിൽ ഇതാണ്ട് ഇവിടെ നല്ല രസമുണ്ട്. ഇങ്ങനെ വിരിഞ്ഞ് വിതറിക്കിടക്കണ കാണാനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പൂക്കളൊക്കെ വരുമെന്ന് തോന്നുന്നു. പൂക്കളൊക്കെ വന്നാൽ ഇവിടെ ആയിരിക്കില്ല. രാവിലെ തന്നെ എൻ്റെ ആൾക്കാർ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. അവിടെ ഒരാൾ ബാഗ് വലിച്ച് കയറ്റുന്നുണ്ട്, ബാണ്ടക്കെട്ട് വലിച്ചു കയറ്റുന്നുണ്ട്. എന്തിനാണ് അവിടെ? ഓയ് ഹേയ്, ഭാഗമായിട്ട് ചെയ്തതാണ് അത്. ആ പാർക്ക് വന്നതാണ്. ആ പാർക്കിനെ ഒരു സെൽഫി പോയിന്റ് ആക്കി. അവിടെ നടന്നിങ്ങോട്ട് വാ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. വൈകുന്നേരവും എളുപ്പകാലമൊന്നും അല്ല കേട്ടോ, നട്ടുച്ച നേരമാണ്. 1:30 മണി. ആഗ്ര മധുര ഹൈവേ ആണ് കേട്ടോ. 2 മണിക്ക് മധുര ഹൈവേയിലുള്ള ദൃശ്യമാണ് കേട്ടോ. കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്നു. വീണ്ടും വഴിയേരിയിലെ കാഴ്ചകളായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കിയേ, അങ്ങ് അകലെ ഒരു ട്രെയിന് പോകുന്നുണ്ട്. ഫുള്ള് കടുക് പാടം, മഞ്ഞ കളറിൽ നിൽപ്പുണ്ട് കടുക് പാടം. ആഗ്ര മധുര ഹൈവേയിൽ നിന്നും ട്രാവൽ ഡയറീസ് ബൈ കൃഷ്ണ. റൂം കിട്ടി. ഇന്നലെ നമ്മൾ ദുബൈയിൽ റൂം ബുക്ക് ചെയ്തിരുന്നു ഡൽഹിയിലേക്ക്. ഇന്നലെ നമ്മൾ ആഗ്രയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് മധുരയിൽ നമ്മളെ വണ്ടി കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഡൽഹിക്ക് വണ്ടി അറിയാം കേട്ടോ. ഡൽഹിക്ക് വണ്ടി കയറാൻ പോയത് അതിനേക്കാളും വലിയ കോമഡിയായിരുന്നു. നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്ത് ബസ്സിന് വരാം എന്നാണ് കരുതിയത്, ട്രെയിനിന് വരാമെന്നാണ് കരുതിയത്. ആ ട്രെയിനിന് വരാൻ വേണ്ടിയിട്ട് ജനറൽ ടിക്കറ്റൊക്കെ എടുത്ത് എന്താ പറയുക, ട്രെയിന് അവിടെ ചെന്നപ്പോഴത്തേക്ക് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരും, 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര
ചോദിച്ചാൽ ഭയങ്കര റൂഡ്, ആൾക്കാരൊക്കെ ഭയങ്കര റൂഡ് മധുര. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും ഭയങ്കര ഇത് ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ മധുരയിൽ നിന്ന് അങ്ങനെ നമ്മൾ ബസ്സിന് കയറി. അവസാനം ബസ് ബുക്ക് ചെയ്തു. ബസ്സിന് കയറി ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ഒരു പൂരത്തിനുള്ള ആളുണ്ട് അല്ലേ. പൂരത്തിനുള്ള ആളെന്ന് പറഞ്ഞാലും പോരാ. ട്രെയിനിലൊക്കെ ആൾക്കാർ തൂങ്ങിയൊക്കെ കിടക്കണം നോക്കിയപ്പോഴത്തേക്ക്. ചേട്ടൻ നോക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബസ്സിന് രണ്ടാമത് ബസ് ബുക്ക് ചെയ്തു. ബസ്സിന് അവിടുന്ന് കയറി നേരെ ഡൽഹിയിൽ വന്നു. പാലത്തിനടി കൊണ്ടുവന്ന് ഇറക്കി ഇട്ടിട്ട് ഇറക്കി ഇട്ടിട്ട് എങ്ങനെ പറയാണ് ഇനി ഇവിടെ നിന്ന് നടന്നു പോയാൽ മതി, അടിയിൽ കൂടെ നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞു. മേളിലേക്ക് അവർക്ക് വണ്ടി പോകില്ല. അത് ഒരു കാട് പോലത്തെ സ്ഥലം. അതിനകത്തൂടെ താഴെ കൂടെ ഇറങ്ങി മെട്രോ സ്റ്റേഷൻ ഇവിടെ നോക്കാം. ആ കാട്ടിനകത്തൂടെ ഇറങ്ങി നമ്മൾ ഇപ്പുറത്ത് വന്ന് കയറി കേട്ടോ. ഇപ്പുറത്ത് വന്ന് കയറിയിട്ട് എല്ലാവരും ആദ്യം നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെയാണ് വരണത്. ബസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ട ഒരു ഭീകര ലുക്കും. നമ്മൾ അവിടെ നിന്ന് നേരെ ഡൽഹി വന്നു. ഡൽഹിയിൽ നമ്മൾ ഓൾറെഡി ഗോയബുബയിൽ റൂം ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഗോയബുബയിൽ റൂം ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ റൂം ബുക്ക് ചെയ്ത് ഒന്നും പറയണ്ട. ഡൽഹി എക്സ്പ്രസ് ഹൈവേ ആണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ. അപ്പം നമ്മൾ ഈ മെട്രോ സ്റ്റേഷൻ തപ്പി നടക്കണം കേട്ടോ. അപ്പം ഡൽഹിയിൽ വന്ന കഥ ബാക്കി പറയട്ടെ. ഡൽഹിയിൽ വന്നു നമ്മളപ്പോൾ റൂം ബുക്ക് ചെയ്ത് എത്ര രൂപയ്ക്കായിരുന്നു? 450 രൂപയ്ക്കാണ്. 400 രൂപയ്ക്കാണ് നമ്മൾ ഓഫറിന് കിടന്ന് 400 രൂപയ്ക്കാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ഡൽഹിയിൽ എത്തിയപ്പോഴത്തേക്ക് ഇങ്ങേർക്ക് പൈസ കണ്ടപ്പോൾ തൊട്ട്, അതായത് ഇത്ര രൂപയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കണതെന്ന് കണ്ടപ്പോൾ തൊട്ട് അങ്ങേർക്ക് ചൊറി തുടങ്ങി. ചൊറി എന്ന് പറഞ്ഞാൽ പോരാ, 1.5 ചൊറി. ഒരു അരമണിക്കൂർ, ഏകദേശം 11 മണിയായി കാണും നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക്. ഏതാണ്ട് അരമണിക്കൂർ നമ്മളവിടെ പിടിച്ചു നിർത്തി. ID കാർഡ് എവിടെ, മറ്റേതെവിടെ, മറിച്ചതെവിടെ, അതാണ് ഇതാണ്, മറ്റേതാണ് മറിച്ചാണ്, പ്രിൻ്റ് വർക്ക് ചെയ്യില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ലഗേജും കൊണ്ടുവന്നിട്ട് ഫുഡ് 4 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ നമ്മളെ അവിടെ പിടിച്ച് നിർത്തി അവസാനം പറഞ്ഞ് റൂം വന്നു. റൂം തന്നിട്ട് ഡോറിൽ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത്, നമ്മൾ ആ ഹോട്ടലുണ്ടായിരുന്ന സ്ഥലത്ത് രാത്രി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. പുറത്തിറങ്ങാനായിട്ട് റൂമിന് ചാവിയില്ല. അപ്പോൾ തന്നെ റൂമിൻ്റെ ചാവി എങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങേര് പറയുകയാണ്, ഇവിടെ സെക്യൂരിറ്റി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങളെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വെക്കോ, കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാം. നമ്മൾ എന്ത് ഗ്യാരണ്ടിയിലാണ് അവിടെ സ്റ്റേ ചെയ്യേണ്ടത്? ഇങ്ങനെ പറയണ സംസാരിക്കുന്നവർക്ക് നമ്മൾ എന്ത് ഗ്യാരണ്ടിയിലാണ് സ്റ്റേ ചെയ്യേണ്ടത്? അവസാനം നമ്മൾ ഗോയബിയുടെ ആപ്ലിക്കേഷനിൽ വിളിച്ചു. ആപ്ലിക്കേഷനിൽ നിന്നും സപ്പോർട്ട് രാത്രി നമ്മൾ വിളിച്ചിട്ട് എന്തായിരുന്നു സംഭവം, രാത്രി വിളിച്ചിട്ട് അവർ അവിടെ കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. കുറേ നേരം നമ്മൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. റൂമിൽ ക്യാമറകളുണ്ട്, ഒരുപാട് ക്യാമറ ഉണ്ട്. മീൻസ് ഹോട്ടലിൽ ഫുഡ് അവർ ബുക്ക് ചെയ്ത് കൊടുത്തോളാം,
വേറെ പ്രശ്നമൊന്നുമില്ല, ചാവി ഇല്ലാത്തത് മാത്രമേ പ്രശ്നമുള്ളൂ. ചാവി ഇല്ലാത്തത് മാത്രമേ പ്രശ്നമുള്ളൂ. ചാവി അല്ല, നമ്മളൊരു റൂം എടുക്കണം നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, അവരുടെ കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ റൂം എടുക്കുന്നത്. അവസാനം നമ്മൾ രാത്രി 12 മണിക്ക് അവിടെ നിന്ന് നമ്മൾ ആ റൂമിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വേറൊരു റൂം ബുക്ക് ചെയ്തു. അവസാനം ക്യാബ് അറേഞ്ച് ചെയ്ത് നമുക്ക് ഭയങ്കര ലോസായിരുന്നു. ഇന്നലെ ഭയങ്കര ലോസായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേറെ റൂം ബുക്ക് ചെയ്തതിൻ്റെ ചാർജും അതേപോലെ തന്നെ ക്യാബ് അറേഞ്ച് ചെയ്തതിൻ്റെ ചാർജും ഒക്കെ കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷന് ഓട്ടോ വിളിച്ച് ഫസ്റ്റ് റൂമിലോട്ട് പോയത്, മെട്രോയിൽ നിന്ന് ഓട്ടോ വിളിച്ച് പോയത്, ഇതെല്ലാം ഫസ്റ്റ് റൂമിൻ്റെ എമൗണ്ട് ഇതെല്ലാം നമുക്ക് ലോസായിരുന്നു. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക്, ഡൽഹിയിൽ വരുമ്പോഴത്തേക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാർ ഭയങ്കര ഉടായ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഉടായ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഉടായ്പാണ്. അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം കംപ്ലീറ്റ് നമുക്ക് സ്പോയിലായിരുന്നു. ഇന്നലെ രാത്രി 1 മണിക്കാണ് റൂമിലെത്തിയത്. 1 മണിക്ക് റൂമിലെത്തിയിട്ട് ഫുഡ് കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ആകെ ടയേർഡായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതില്ലാത്ത അവസ്ഥയായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. നോർത്ത് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇതേപോലത്തെ. അപ്പോൾ ഇവിടുന്ന് മെട്രോ ഉണ്ടെന്ന് പറഞ്ഞു. മെട്രോയൊക്കെ അടിപൊളിയാണ് കേട്ടോ. മെട്രോയൊക്കെ അടിപൊളി സർവീസാണ്. നമ്മൾ അവിടെ നിന്ന് ആഗ്രയിൽ നിന്ന് വണ്ടി വന്ന് ഇറങ്ങിയത് തൊട്ട് നമ്മുടെ മെട്രോയൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. മെട്രോയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടി, നമുക്ക് വരാൻ പറ്റി. നമ്മുടെ ദ്വാരക സെക്ടർ 25-ൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ അണ്ടർ പാസേജാണ് കേട്ടോ. എന്ത് ക്ലീനാണെന്ന് നോക്കിയേ, അടിപൊളിയല്ലേ. സെക്ടർ 25-ൻ്റെ മെട്രോ സ്റ്റേഷനകത്തോട്ട് നമ്മൾ നടക്കുകയാണ്. ഡൽഹി മെട്രോയിലാണ് കേട്ടോ ഇത്. ഇവിടെ പോകുന്ന എയർപോർട്ട് പോകുന്ന മെട്രോയാണ്. അടിപൊളിയാട്ടോ. നമ്മുടെ രാജധാനി എക്സ്പ്രസിൻ്റെ പോലത്തെ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. എക്സ്പ്രസ് ലൈനാണ്. നമ്മളിവിടുന്ന് ഡൽഹി സ്റ്റേഷൻ പോകാനുള്ള പരിപാടിയാണ്. പറന്നു പോകുന്നു, വണ്ടി പറന്നാണ് പോകുന്നത്. രക്ഷയില്ലാത്ത സ്പീഡ്. ഏറ്റവും സ്പീഡസ്റ്റ് മെട്രോ ട്രെയിൻ ഇതാണ് കേട്ടോ. മെട്രോയുടെ കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. എയർടെൽ പേയ്മെൻറ്റ്സ് കാർഡാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അമൃത്സറിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാനാട്ടോ. ട്രെയിന് ഡിലേ ആണ്, 5 മണിക്കൂർ ഡിലേ ആണ്. പക്ഷേ നമ്മൾ മറ്റേ നോർമലി വന്നിരുന്നെങ്കിൽ നമ്മൾ ഏകദേശം പാതിരാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയേനെ. ഡിലേ ആയത് കാരണം ചിലപ്പോൾ രാവിലെ എത്തത്തുള്ളൂ. നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോവാം. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് കരുതുന്നു. വലിയ ശല്യം ഇല്ല ഇതിനകത്ത്.